ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം വേണ്ടൊരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് ഇത്രയും കാലം കൊണ്ട് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന ടാർഗറ്റൊന്നും ഇടണമെന്നില്ല. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലൊരു ഫ്ലോ ഉണ്ടാകണം. ഞങ്ങൾ മാത്തമാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കണ്ടിന്യൂറ്റി. അത് പഠിപ്പിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1% ഇമ്പ്രൂവ്മെൻറ്റ് ദിവസേന ഉണ്ടാക്കി മുന്നോട്ട് പോവുക. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എപ്പോഴും പഠിക്കണം, അറിയണം. അപ്പോൾ അങ്ങനെ പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി നന്നാക്കി ചെയ്തൂടെ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിൽ തന്നെ ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വരുത്താൻ പറ്റും. നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് അയാളുടെ ഹാബിറ്റ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാശിയോടുകൂടി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, റുട്ടീൻസ്. അതിൽ മോർണിംഗ് റുട്ടീൻ. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാകാം. എൻ്റെ മോർണിംഗ് റുട്ടീനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മോർണിംഗ് റുട്ടീനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്. ഇൻ്റർനാഷണൽ ലെവലിൽ ധാരാളം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് 5 AM ക്ലബ്. ഞാനത് വളരെ സാവകാശത്തിലാണ് വായിച്ചത് കേട്ടോ. അങ്ങനെ വായിച്ച് വന്നപ്പോഴാണ് അതിലെ ഒരു കോൺസെപ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു ഫോർമുല, 20-20-20 റൂൾ. മോർണിംഗ് റുട്ടീൻ ഈ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും ഒരേ സമയത്തല്ല ഉറങ്ങാൻ പോകുന്നത്, ഒരേ സമയത്തല്ല ഉണരുന്നത്. പക്ഷേ ശരീരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഉറക്കം. അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതായാലും 11 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണ്. 11 മണിക്ക് ഉറങ്ങി 5 മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് സാധാരണ ക്ഷീണമൊന്നും തോന്നാറില്ല. ഇനി 7 മണിക്കൂർ ഉറങ്ങുന്നതും 8 മണിക്കൂർ ഉറങ്ങുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. ഈ പുസ്തകത്തിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്നവരുടെ ഒരു റുട്ടീനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിന് 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണമെന്നില്ല, അതിന് മുമ്പ് എഴുന്നേക്കാം. ഇനി സ്വല്പം വൈകിപ്പോയി എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. ഇതിൽ പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ 1 മണിക്കൂറിലെ അതിൽ നമുക്കെങ്ങനെ ഫോക്കസ് ചെയ്ത് അത് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം. എന്തുകൊണ്ടാണ് ഈ 20-20-20 റൂൾ? ഒരു മണിക്കൂറിനെ നമ്മൾ 3 ഭാഗിക്കുന്നു, 20 മിനിറ്റ് വെച്ച്. 20 മിനിറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നോ? നമുക്കൊരു കാര്യത്തിൽ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് 20 മിനിറ്റാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ബ്രേക്ക് എപ്പോഴും നല്ലതാണ്. 1 മണിക്കൂറിനെ നമ്മൾ 3 ഭാഗങ്ങളാക്കുന്നു. ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ പ്രയോജനം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കോളേജിലായിരുന്നപ്പോഴും ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും അധ്യാപകരും ഉള്ള ഒരു കോളേജാണ് മഹാരാജാസ് കോളേജ്. അവിടെ ആരെങ്കിലുമൊക്കെ ലീവായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിച്ചിരുന്നു, ഫസ്റ്റ് അവർ എങ്ങനെയായാലും എൻഗേജ് ചെയ്തിരിക്കണം. അപ്പം ഞാനിത് ഉറപ്പാക്കാൻ വേണ്ടി രാവിലെ ഒരു ചെറിയ സംഘം അധ്യാപകരോടൊപ്പം കോളേജിൽ കറങ്ങി എല്ലാ ക്ലാസ്സുകളും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും ക്ലാസ്സിൽ കയറി, അവിടെ നല്ല നിശബ്ദതയായിരിക്കും. അതത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. അതിനെ എതിർത്തിരുന്ന ആളുകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇവിടെ ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എല്ലാവരും ക്ലാസ്സിൽ കയറി കഴിയുമ്പോഴേ അവിടെ നല്ല നിശബ്ദതയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സെൻട്രൽ സർക്കിളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷം ഇപ്പോഴും അത് ഓർക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതേ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദിവസത്തിലെ ആദ്യത്തെ മണിക്കൂറിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റോബിൻ ശർമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അതിൽ നമ്മുടേതായ മോഡിഫിക്കേഷൻസ് വരുത്താം. 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾ 6 മണിയായി പോയി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷേ 5 മണിക്ക് എഴുന്നേറ്റാൽ നല്ലതാണ്. അതിന് മുമ്പേ എഴുന്നേക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും നല്ലതാണ്. ഉറക്കത്തിൻ്റെ ദൈർഘ്യം, അതിൽ വിട്ടുവീഴ്ച പാടില്ല. പലപ്പോഴും നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം രാത്രി വളരെ വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ്. അതിൻ്റെ കാരണം നമുക്കൊരു ഈവനിങ് റുട്ടീൻ ഇല്ലാത്തതാണ്. അപ്പോൾ മോർണിംഗ് റുട്ടീനിൽ കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ ഈവനിങ് റുട്ടീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അത് പലപ്പോഴും പ്രശ്നമാണ്. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ കിടക്കാൻ വൈകും. അത് എഴുന്നേൽക്കുന്നതിനെ ബാധിക്കാറുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്.
പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൈവിട്ട് പോകും, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. അങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അത് നമ്മുടെ ഹാബിറ്റ്സിനെ ഒരു തരത്തിലും ബാധിക്കില്ല. നമ്മൾ തിരിച്ചു വന്നാൽ മാത്രം മതി. അപ്പോൾ റോബിൻ ശർമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 20 മിനിറ്റ്സിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂവ് എന്ന് പറഞ്ഞാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ശരീരം ഒന്ന് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഞാനങ്ങനെ ഇൻറ്റൻസ് എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. എൻ്റെ പ്രായവും ശാരീരികാവസ്ഥയും പരിഗണിച്ച് ഞാൻ ചെയ്യുന്ന ചില എക്സസൈസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് മുടങ്ങാതെ ചെയ്യാറുണ്ട്. പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ്, കൈയുടെയും കാലിൻ്റെയും ചലനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ്. അപ്പോൾ യോഗ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ നമ്മുടെ ഒരു ശാരീരിക സ്ഥിതിയും പ്രായമൊക്കെ അനുസരിച്ച് ഒരു മോഡ് ഓഫ് എക്സസൈസ് തിരഞ്ഞെടുക്കുക. ഇൻറ്റൻസ് എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ പ്രായമായി വരുമ്പോൾ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും തുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് പറ്റുന്ന ഒരു ഒപ്റ്റിമം ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് അത് വളരെ നല്ലതാണ്. ഇനി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും. എന്താണെങ്കിലും ഒരു 20 മിനിറ്റ്സ്. ഞാനിപ്പോൾ നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസ് പ്ലസ് മ്യൂസിക് അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പാട്ട് പാടുമ്പോഴുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഈ ബ്രീത്തിങ് പ്രോബ്ലം. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടൊരു എക്സസൈസ് ഉണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ ആദ്യം സാപ്പാസ പാടൂല്ലേ, അതിലെ സാ പാ സ ഇത് പാടുമ്പോൾ ആദ്യ താളത്തിൽ ഒരു താളവട്ടം ഫുള്ളായിട്ട് ശ്വാസം പിടിച്ചുകൊണ്ട് പാടുക. അത് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. സാ കുറച്ച് ബുദ്ധിമുട്ടാണ്, പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അപ്പോൾ സാപ്പാസ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബ്രെത്ത് കൺട്രോൾ കിട്ടും കേട്ടോ. പിന്നെയും പല ബ്രീതിങ് എക്സസൈസ് ഉണ്ട്, ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. 20 മിനിറ്റ്സ് എന്ന് പറയുന്നൊരു സമയമില്ലേ, ദാറ്റ് ഈസ് ലോങ് ഇനഫ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 1 മിനിറ്റ് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ദൈർഘ്യം മനസ്സിലാകും. അങ്ങനെ 20 മിനിറ്റ് ഫോക്കസ് ചെയ്ത് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോങ് ഇനഫ്. ഇത്രയും എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എൻഡോർഫിനൊക്കെ റിലീസ്ഡ് ആകും. എൻഡോർഫിൻ ഒരു ഹാപ്പി ഹോർമോണാണ്, നമ്മൾ നല്ല ഉഷാറാവും. ഇനി അടുത്ത 20 മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നോ, അത് റിഫ്ലക്ഷൻ, ജേർണലിംഗ്, മെഡിറ്റേഷൻ, പ്രെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ വളരെ ഫോക്കസ്ഡായി ഏകാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ദിവസത്തെ പ്ലാനിങ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഒരു സെൽഫായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജേർണലിംഗ് ഉണ്ട്. ഇവിടെ ഞാൻ ചെയ്യാറുള്ളത് വെറുതെ ഒരു ബുക്ക് എടുത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങളൊക്കെ ഒന്ന് എഴുതുക. അത് നല്ല രസമാണ് കേട്ടോ. ഈ എഴുത്തിനുള്ളൊരു ഗുണം, എപ്പോഴും എഴുതിക്കൊണ്ട് നിന്നാൽ എഴുത്ത് നല്ല ഷാർപ്പൻഡ് ആകും. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. നിർബന്ധമായിട്ട് ഞാനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ എഴുത്തെന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. ചില ആളുകൾ എന്നോട് പറയും, ടീച്ചറിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയ പുസ്തകം എന്ന് ചോദിക്കുമ്പോഴാണ് രസം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അലമാരയിൽ പുസ്തകം ഇരിക്കുന്നത് കണ്ടു, ഞാനതെടുത്ത് വായിച്ചു. അതുപോലെ കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ മകളുടെ ഒരു ഫ്രണ്ട് അവളോട് പറഞ്ഞു, എൻ്റെ പുസ്തകം ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ആകെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളൂ കേട്ടോ. 4000 കോപ്പികൾ ചിലവായിട്ടുണ്ട്. പക്ഷെ 4000 പേരല്ലല്ലോ അത് വായിക്കുന്നത്, അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ അത് വായിക്കും. ഇത് ഡോക്യുമെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ ഗൗരവത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ജേർണലിംഗ് നമ്മുടെ ആ എഴുതാനുള്ള കഴിവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ പ്ലാനിങ്, അന്നത്തെ ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്ര സിമ്പിളാകും അല്ലേ. അപ്പം ഞാനിതിൽ ചെയ്യാറുള്ള കാര്യങ്ങളിൽ പ്രധാനം പ്രാർത്ഥന, പിന്നെ മെഡിറ്റേഷൻ, ജേർണലിംഗ് ഞാൻ അത്ര കാര്യമായിട്ട് ചെയ്യാറില്ല. കാരണം ഞാനതിന് വേറെ സമയമാണ് കണ്ടെത്താറുള്ളത്. ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ബെസ്റ്റ് പോയട്രി വർക്ക് എന്ന് പറയുന്നത് ഖലീൽ ജിബ്രാൻ്റെ ദ പ്രോഫറ്റ് എന്ന കൃതിയാണ്. ഈ കൃതിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖലീൽ ജിബ്രാൻ ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് 4 വർഷത്തോളം പോക്കറ്റിലിട്ട് നടന്ന് സമയം കിട്ടുമ്പോഴെല്ലാം വായിച്ച് കറക്റ്റ് ചെയ്ത്
അവസാനം അത് വളരെ മഹത്തായ ഒരു സൃഷ്ടിയായിട്ട് മാറി. ഇപ്പോഴിങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ എഴുത്ത്. അത് കറക്റ്റ് ചെയ്യുന്നതോറും അത് വളരെ ഷാർപ്പൻഡായിട്ടും ഭംഗിയുള്ളതായിട്ടും മാറും. മൂന്നാമത്തെ 20 മിനിറ്റ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു ഗ്രോത്ത് ഇല്ലേ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 20 മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ മൈൻഡ് സെറ്റായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ചില ചിന്താഗതികൾ അത് നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നുണ്ടാകാം. കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വായന. അതുപോലെ ഓഡിയോ ബുക്സ് കേൾക്കാം, പോഡ്കാസ്റ്റ്, ഇതെല്ലാം നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒന്നാണ്. ചിലരെന്നോട് പറയാറുണ്ട് കേട്ടോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യാറുള്ളത് മാഡത്തിൻ്റെ വീഡിയോ കേൾക്കലാണ്. അതിലൊരു കറക്ഷൻ വേണം, ആദ്യം വീഡിയോ കേൾക്കരുത്. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് 20 മിനിറ്റ്സ് ഫോർ മൂവ്, സെക്കൻഡ് 20 മിനിറ്റ്സ് ഫോർ റിഫ്ലക്റ്റ്, തേർഡ് 20 മിനിറ്റ്സ് ഫോർ ഗ്രോത്ത്. അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയേ, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാനൊരു 20 മിനിറ്റ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20-20-20-20 റൂളാണ് എൻ്റെ റൂള്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ. ഡാൻസ് എൻ്റെതായ രീതിയിൽ ഞാൻ പഠിക്കുന്ന ഒരു കാര്യമാണ്. താരക ബിന്ദികെ നാനീരേ ഹോഗുവേ താരേ ബിന്ദികയാ. ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഇനിയും നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ പാടി കഴിയുമ്പോൾ നമ്മളങ്ങ് കൂടുതൽ ഹാപ്പി ആവും. ഇപ്പം 2 പുസ്തകങ്ങൾ, ഒന്ന് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ്, 2 റോബിൻ ശർമ്മ എഴുതിയ 5 AM ക്ലബ്. ഇത് 2 നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന പുസ്തകങ്ങളാണ്. വായിച്ചിരിക്കണം. നമ്മുടെ മോർണിംഗ് റുട്ടീൻ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു റൂളാണ് 20-20-20 റൂൾ. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.